നമ്മള് ഒരു ലിഫ്റ്റ് മാറി രണ്ടാമത്തെ ലിഫ്റ്റ് മാറി മൂന്നാമത്തെ ലിഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Hey, drop. അങ്ങനെ നമ്മൾ ചാപ്പലെത്തി. മോൺട്രിയലിലെ സെന്റ് ജോസഫ്സ് ഓറേറ്ററിയിലെ മെയിൻ ബസിലിക്കയിലെ ഏറ്റവും പ്രതീകാത്മകവും അതിശയകരവുമായ സവിശേഷതകളിൽ ഒന്നാണ് ഭീമാകാരമായ ഒരു ചാൻഡിലിയർ എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ആൾട്ടാർ മേലാപ്പ്. പ്രധാന അൾത്താരയ്ക്ക് മുകളിൽ ഗാംഭീര്യത്തോടെ തൂക്കിയിട്ടിരിക്കുന്ന ഈ വൃത്താകൃതിയിലുള്ള വെങ്കല മാസ്റ്റർപീസ് ബാൽഡാച്ചിൻ അല്ലെങ്കിൽ സിബോറിയം എന്നറിയപ്പെടുന്നു. പ്രശസ്ത ഫ്രഞ്ച് ശില്പിയായ ഹെൻറി ചാർലിയർ രൂപകൽപ്പന ചെയ്തത് 1966 ബസിലിക്കയുടെ ഉൾഭാഗം പൂർത്തിയായ അതേ വർഷം തന്നെ. വെങ്കലവും പൂശിയ ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഈ മേലാപ്പിന്റെ അടുക്കിയ ജ്യാമിതീയ രൂപകൽപ്പന ബസിലിക്കയുടെ ക്ലാസിക്കൽ പുറംഭാഗവുമായി മനോഹരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആധുനിക ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിന്റെ ഉദ്ദേശ്യം ആഴത്തിൽ പ്രതീകാത്മകമാണ്. വിശ്വാസികളുടെ കണ്ണുകൾ അൾത്താരയിലേക്ക് ആകർഷിക്കുക. ഇത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സംഗമസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. സ്റ്റെയിൻ ഗ്ലാസ് ജനാലകളിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുമ്പോൾ മേലാപ്പ് ഒരു സ്വർഗീയ കിരീടം പോലെ തിളങ്ങുന്നു. മാർബിൾ അൾത്താരയും താഴെയുള്ള വിശുദ്ധ ജോസഫിന്റെ ശാന്തമായ പ്രതിമയും പ്രകാശിപ്പിക്കുന്നു. രസകരമെന്നു പറയട്ടെ, റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയതും ഇത്തരത്തിലുള്ളതുമായ വലിയ പച്ച താഴികക്കുടം ഈ പുണ്യസ്ഥലത്തിന് നേരെ മുകളിലായി ഉയർന്നു നിൽക്കുന്നു. ആ ഉയർന്ന താഴികക്കുടത്തിന് താഴെയുള്ള മേലാപ്പിനെ ആത്മീയ കേന്ദ്രമാക്കി മാറ്റുന്നു. അവ ഒരുമിച്ച് കല, വിശ്വാസം, വാസ്തുവിദ്യ എന്നിവയുടെ തികഞ്ഞ ഒരു ഐക്യം സൃഷ്ടിക്കുന്നു. ഇത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ പ്രചോദിപ്പിക്കുന്ന ഒരു നിശബ്ദ മാസ്റ്റർപീസ് ആണ്. മോൺട്രിയലിന്റെ ആകാശത്ത് ഭവനത്തിന്റെ ഭംഗിയായ കുമ്പുകൾ ഉയരുന്നതിനു മുൻപ് ഒരു ലളിതമായ ആത്മാവിന്റെ വലിയ സ്വപ്നമുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെയും കരുണയുടെയും പ്രതീകം ബ്രദർ ആൻഡ്രെ ബെസെറ്റ് മൗണ്ട് റോയലിയുടെ പടിഞ്ഞാറൻ നിലയിലേക്ക് ഒരു ചെറിയ പ്രാർത്ഥനാമന്ദിരം സ്ഥാപിച്ചു. 1904 ആ ചെറിയ ചാപ്പൽ ജനങ്ങളുടെ മനസ്സിൽ ആശ്വാസം പകർന്നു. അവർ പ്രതീക്ഷയോടെ ഇവിടെ എത്തി. ചികിത്സയ്ക്കായോ ആത്മാശാന്തിക്കായോ നേരിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനോ. ബ്രദർ ആൻഡ്രയുടെ ആ വിശ്വാസപൂർണ്ണ സേവനം അനേകം ഹൃദയങ്ങളെ സ്പർശിച്ചു. കാലം മുന്നേറുമ്പോൾ ആ ലളിതമായ ചാപ്പൽ വളർന്നു. പാറകൾ കെട്ടി സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് ഉയർന്നു. ഇന്നത്തെ ബസിലിക്ക സെന്റ് ജോസഫ് ഡു മോൺട്രോയൽ രൂപം സ്വീകരിച്ചു. എന്നാലും ആ ആദ്യ ചാപ്പലിന്റെ ആത്മാവ് ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടെ കടന്നാൽ മൗനം, വെളിച്ചം, പ്രാർത്ഥനയുടെ ശാന്തിപൂർണ്ണ ഗന്ധം, ആശ്വാസവും വിശ്വാസവും ഹൃദയത്തിൽ നിറയും. ഇന്നലെ ബസിലിക്ക ചാപ്പൽ അത്രയും ഭംഗിയുള്ള ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. വിശ്വാസത്തിന്റെയും കരുണയുടെയും മനുഷ്യഹൃദയത്തിന്റെ സ്തുതി. ഒരു ചെറിയ തവണ ചാപ്പലിൽ നിന്ന് ലോകമാകെ ആളുകൾ സന്ദർശിക്കുന്ന ഭവനമാകുന്നതുവരെ ഈ പവിത്ര സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും ലളിതമായ വിശ്വാസവും മനോഹരമായ ദയയും പ്രതീക്ഷയുടെ ശക്തിയും എപ്പോഴും ജീവിക്കുമെന്നും. ഇനിയും ആൾക്കാർ വന്നോണ്ടിരിക്കുക. ഇത്ര രാത്രിയായപ്പോൾ ഇവിടെ ഇരിക്കും. അതിന് ഇനി ആൾക്കാർ വന്നോണ്ടിരിക്കുക. നമ്മള് കയറി വരുമ്പോ ഇവിടെ ബുക്ക് സ്റ്റോർ ഉണ്ട്. അതായത് ബൈബിള് അതുപോലെ തന്നെ ഇതെല്ലാം വിൽക്കുന്ന സ്റ്റോറാണ്. പള്ളിയായോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ല വിലയാണ് എല്ലാത്തിനും. ഉണ്ട്, ബുക്സ് ഉണ്ട്, സൊവിനിയേഴ്സ് ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ, അത് നിങ്ങൾ ദൂരെ നമ്മൾ വരുവാണ് സൊവിനിയർ ആയിട്ട് പല സാധനങ്ങളും ഇത് തന്നെയാണ് ഒലീവ് ഓയിലാണ്. ഇത് ഒരു സാധാരണ കടയല്ല. വിശ്വാസം, കല, സംസ്കാരം എന്നിവ ഇവിടെ ഒത്തുചേരുന്നു.
മതപരമായ പ്രാർത്ഥനാ സാമഗ്രികൾ, സുവനീറുകൾ, ട്രിങ്കറ്റുകൾ എന്നിവ മുതൽ ബ്രദർ ആൻഡ്രയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഓറേറ്ററിയുടെ ചരിത്രവും വരെ ഓരോ ഇനവും ഭക്തിയുടെയും പ്രചോദനത്തിന്റെയും ഒരു വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ ഷോപ്പിംഗ് നടത്തുമ്പോൾ ബസിലിക്കയുടെ സമാധാനവും ആഴത്തിലുള്ള അന്തരീക്ഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രാർത്ഥന കാർഡുകൾ, സുവനീറുകൾ, സമ്മാനങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓറേറ്ററിയുടെ ആത്മാവുമായുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടും. വിൽപ്പനയിലൂടെ ഓറേറ്ററിയുടെ ദൗത്യവും പരിപാലനവും പിന്തുണയ്ക്കപ്പെടുന്നു, കൂടാതെ ബ്രദർ ആൻഡ്രയുടെ പൈതൃകം വരും തലമുറകളോളം നിലനിൽക്കും. മോൺട്രിയൽ സന്ദർശിക്കുമ്പോൾ സെന്റ് ജോസഫ് ഓറേറ്ററി ഗിഫ്റ്റ് ഷോപ്പ് നഷ്ടപ്പെടുത്തരുത്. വിശ്വാസവും ചരിത്രവും അനുഭവിക്കാൻ ഇത് ഒരു പ്രത്യേക സ്ഥലമാണ്. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർശനത്തിന് ഇത് തികഞ്ഞ അവസാനമാണ്. അപ്പൊ ഈ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നു ഇവിടുന്ന് സുവനിയർ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയുടെ പുസ്തകമായിട്ടോ അല്ലെങ്കിൽ grocery ആയിട്ടോ ഒക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ താഴെ നമ്മുടെ മാർപ്പാപ്പയുടെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ വിസ്കിയോ നിങ്ങൾക്ക് ഇവിടെ ഫ്രഞ്ച് ആയിട്ടുള്ള ഫ്രഞ്ചിൽ എഴുതിയ ബുക്സ് ആണ് കാണാം. ഇംഗ്ലീഷിലും ഉണ്ട്. കൗണ്ടർ ഇവിടെ കൊണ്ട് ബില്ല് ചെയ്യും. ഇതൊക്കെ സ്റ്റാച്യൂസ് ഇതൊക്കെ മെയ്ഡ് ഇൻ ക്യൂബെക് ആണ്. ഇതൊക്കെ എന്താ വില നോക്കട്ടെ. $403, $392. മാതാവിന്റെ ഈ രൂപത്തിന് $560 ആണ് മാതാവിന്റെ ഈ രൂപത്തിന്. പിന്നെ ഇതിന് നല്ല വിലയായി, $999. ഇതേ വലിയ രൂപത്തിനൊക്കെ 1000 മേളിലുള്ളതാണ്. $1500, $4000 സ്റ്റാച്ചുവാണ് ബ്രദർ ആന്ധ്ര. അങ്ങനെ നമ്മൾ പള്ളിയിൽ പുറത്തോട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് ഇറങ്ങി. പള്ളിയുടെ നൈറ്റ് വ്യൂ നല്ല രസമാണ് കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഏറ്റവും വലിയ പള്ളി കണ്ടു, സെന്റ് ജോസഫ് ഓറേറ്ററി. മോൺട്രിയലിലാണിത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 10,000 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് തുടങ്ങിയത് സെയിന്റ് ആൻഡ്രേ അല്ലെങ്കിൽ ബ്രദർ ആൻഡ്രേ എന്ന് പറഞ്ഞ ഒരു വൈദികനാണ്. സോ അങ്ങനെ കഷ്ടപ്പെട്ട് ഈ പള്ളി പണിയാൻ വേണ്ടി കുറെ ചാലഞ്ചസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി. പക്ഷെ ഇന്ന് ഈ പള്ളിയുടെ ഒരു സക്സസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നമുക്ക് ആ ആഗ്രഹത്തിൽ നിന്ന് നമുക്കത് സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണിത്. അപ്പം നമ്മൾ ഈ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ വെറും സൊവിനിയർ മാത്രം മേടിച്ചുകൊണ്ട് പോവുകയല്ല, നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ലെസൺ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വാട്ട് സക്സസ് ഇസ് ആക്ച്വലി. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. So till then guys, take care of yourself. Love you all. Take care. Bye bye.